കണ്ണൂർ ജില്ലയിലെ മയ്യിലിനടുത്ത് പാടിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് 1 വീക്ക് മുന്നേ ഓപ്പൺ ആയിട്ടുള്ള ഒരു കിഡിലൻ പാർക്ക്. ആ പാർക്ക് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. അതെ, ഏബിൾ വില്ലേജ്. പേര് കൊള്ളാല്ലേ, ഒരു വെറൈറ്റി ഉണ്ട്. പേര് പോലെ തന്നെ അതിമനോഹരമാണ് അതിനകത്തെ ഓരോ കാഴ്ചകളും. അപ്രോക്സിമേറ്റ്ലി ഒരു 15 ഏക്കേഴ്സിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ പാർക്കാണിത്. കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഗാർഡൻ സ്പേസ് ആണ്. നമുക്ക് പിന്നെ പൂവിനോടും പൂന്തോട്ടത്തിനോടും വലിയ കമ്പം ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തോട്ട് അധികം ചെന്നില്ല. ഇതുപോലെ വെജിറ്റബിൾസ് ഒക്കെ കൃഷി ചെയ്ത് വെച്ചേക്കുന്ന പാർക്ക് നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അകത്തും കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഇനി നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞ വേറൊരു വെറൈറ്റി ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, പപ്പായ മരത്തിലൊരു അതിഥി. ആദ്യം കരുതിയത് ഇത് ഇവരിവിടെ വളർത്തുന്ന പാമ്പായിരിക്കും എന്നാണ്. പിന്നെ അവിടുത്തെ ഗാർഡ്സിനോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് 2 ദിവസമായി അത് ഇവിടെ കിടന്നുരുളുന്നു, അത് കുറച്ച് കഴിയുമ്പോൾ പൊക്കോളുന്നു. വെരി സിമ്പിൾ ആൻഡ് ഹംബിൾ റിപ്ലൈ. അകത്തെ ജോലിക്കാർക്ക് അതൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിലും മേ ബി ഔട്ട്സൈഡേഴ്സിന് അതൊരു പേടിപ്പെടുത്തുന്ന കാര്യമായിരിക്കും. സോ ദേ നീഡ് ടു ടേക്ക് എൻ ആക്ഷൻ. അങ്ങനെ പാമ്പിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ അകത്തേക്ക് ചെന്നു. കക്ഷി എന്താണാവോ വായി തുറന്നിങ്ങനെ നോക്കുന്നത്. നേരെ ചെന്ന് കയറിയത് ബേർഡ്സിന്റെ കലവറയിലേക്കാണ്. പല ഭാവത്തിലും പല രൂപത്തിലും പല തരത്തിലുള്ള പക്ഷികളുണ്ട്. അങ്ങനെ പിന്നെ കുറച്ചു ദൂരം കൂടി നടന്നു പോയപ്പോഴാണ് എന്റെ ഹബീബിക്ക് കൊഞ്ചിക്കാൻ ഒരാളെ കിട്ടിയത്. കക്ഷിക്ക് കൊഞ്ചിച്ചു തങ്ങി ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ആ ഒരു ഇരിപ്പിലും ആ ഒരു നോട്ടത്തിലും എന്തോ ഒരു ഇഷ്ടമില്ലായ്മ ഇല്ലേ? പോട്ടെ. അടുത്തതായിരുന്നു ഒറിജിനലിനെ വെല്ലുന്ന ഒരു ഡമ്മി ക്രോക്കഡൈൽ. തൊട്ടടുത്ത് തന്നെ ഡമ്മി ക്രോക്കഡൈലിനെ ചൂണ്ടയിടുന്ന ഒരു ഡമ്മി ചേട്ടനും. ഇത് മുഴുവൻ പറ്റിപ്പാണോ എന്ന് വിചാരിച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് ഒരു ലോകം തന്നെ അങ്ങ് ഓപ്പൺ ആയത്. പിന്നീട് അങ്ങോട്ട് പല സെഗ്മെന്റ് ആയിട്ടും പല സെക്ഷൻ ആയിട്ടും പലതരം ആനിമൽസ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഈ പുള്ളി ഉറങ്ങായിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റു. പിന്നെ അങ്ങോട്ട് എന്നെ ഒരു നോട്ടായിരുന്നു. ഉറക്കം ഡിസ്റ്റർബ് ചെയ്തോണ്ടാണോ സൗണ്ട് ഉണ്ടാക്കിയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, പുള്ളിക്ക് എന്നെ തിന്നാനുള്ള ദേഷ്യം ആ മുഖത്ത് പ്രകടമായിരുന്നു. കൂടുതൽ കലിപ്പ് കയറ്റണ്ടെന്ന് കരുതി ഞാൻ പെട്ടെന്ന് അവിടുന്ന് തടി. പിന്നീട് അങ്ങോട്ട് തുള്ളിക്കളിക്കുന്ന എലിക്കുട്ടനും പാമ്പുകളൊക്കെ ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അപ്പോഴാണ് ഇതെന്റെ ക്യാമറയിൽ കണ്ടിട്ട് വന്ന നാൾ മുതൽ പട്ടിണിയാന്ന് തോന്നുന്നു. അവനല്ലേ? ഇവനെ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. നോട്ടൻ ശരിയല്ല, പെട്ടെന്ന് പോകുന്നതാന്നല്ലേ. വീണ്ടും കുറച്ച് പാമ്പുകളെയൊക്കെ കണ്ടു. താഴെ എത്രയും സ്ഥലം ഉണ്ടായിട്ടും ഇവരെന്തിനാണോ അതിന്റെ മണ്ടേ കയറി ഒട്ടിയിരിക്കുന്നത്? ഇത് കണ്ടിട്ട് സ്കിൻ പീലിംഗ് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വന്ന വാർഡാണെന്ന് തോന്നുന്നു. അപ്പോ ഇവരുടെ കൂട്ടത്തിലും ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അടുത്തതാണ് റീൽസിലൊക്കെ കണ്ടിട്ട് കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായ ഒരു സംഭവം, അണ്ടർ വാട്ടർ അക്വേറിയം. അയ്യോ, ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഇത് നേരിലെ കാണാൻ. ഒരുപാട് കളേഴ്സിൽ കുട്ടി 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 മീനുകൾ ഉണ്ടായിരുന്നു. ആ ഒരു പോർഷൻ കാണാൻ ഭയങ്കര രസമായി. കുട്ടികൾ ഇതൊക്കെ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യും. നമ്മുടെ കൂട്ടത്തിലെ വലിയ കുഞ്ഞു കുട്ടി മീനുകളെ ഇക്ലി എടുപ്പിക്കുന്നത് കണ്ടോ? ഒരു തമാശക്കാരൻ തന്നെ അല്ലേ. അങ്ങനെ അണ്ടർ വാട്ടർ പാസേജും കഴിഞ്ഞ് നമ്മൾ നേരെ നടന്നു. ഇനി സ്വല്പം ഇവരുടെ ഇന്റീരിയേഴ്സിനെ പറ്റി പറയാം. ഒരു രക്ഷയില്ലാത്ത ഡിസൈനിങ് ആണ് ഇവർ ചെയ്തത്. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരു ഗുഹയിലൂടെയൊക്കെ നടന്നു പോകുന്ന ഒരു ഫീൽ ആയിരുന്നു. 2 സൈഡിലും ചെയ്തിരിക്കുന്ന മണ്ണ് കൊണ്ടുള്ള ഫീച്ചറൊക്കെ ഭയങ്കര ഒറിജിനാലിറ്റി. ശരിക്കും പറഞ്ഞ ഭൂമിയുടെ അടിയൊക്കെ തുറന്ന് ഒരു ഗുഹയൊക്കെ ഉണ്ടാക്കിയ ഒരു ഫീല്. കുട്ടികളൊക്കെ ഒരു ബ്യൂട്ടിഫുൾ ഡേ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നു. അങ്ങനെ നടന്ന് ചെന്നപ്പോഴാണ് നമ്മൾ ആ ഒരു കാഴ്ച കാണുന്നത്. കുശുമ്പും കുന്നായ്മയും പറഞ്ഞിരിക്കുന്ന ആ 2 പേരെ കാണിച്ചു തരാം. അപ്പോ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രല്ല, സൈനാത്തിയും ആമിൻതിയും എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇവരുടെ ഇടയിൽ ഉണ്ടല്ലേ. ഈ ഒരു നേരം കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നടന്നിട്ടുണ്ടായി. എന്നിട്ടും കുട്ടികളിലൊക്കെ ആ ഒരു എനർജി ലൂസ് ചെയ്യാതിരിക്കാനുള്ള കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് മുന്നോട്ട് ഇനി എന്താണ് എന്നറിയാനുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ നടത്തത്തിന് ശേഷം നമ്മൾ വെളിച്ചം കണ്ടു. ഈ പാർക്കിന് ചുറ്റും പടുകൂറ്റൻ മലകളാണ് കാണാൻ കഴിയും. ഒരു വലിയ മീനിനെ കണ്ടപ്പോ എന്താണ് അവിടെ ഇത്രമാത്രം കാണാനേ എന്ന് ഓർത്ത് ഓടിച്ചെന്നതാണ്. പല ടൈപ്പ് ഓഫ് മീനുകൾ. ഈ മീനുകളെ ഞാൻ ആദ്യം കാണുന്നത് മാട്ടൂലിലെ പെറ്റ് സ്റ്റേഷനിലെ ആ ഒരു വീഡിയോയിലായിരുന്നു. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാവർക്കും ഇവിടെ മീനിനെ ഫീഡ് ചെയ്യാൻ പറ്റില്ല. എക്സ്ട്രാ ചാർജ് കൊടുത്ത് അവരുടെ സ്പെഷ്യൽ തീറ്റയൊക്കെ വാങ്ങിയിട്ട് വേണം നമ്മൾ ഇത് കൊടുക്കാൻ. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അറിയുന്നവർക്ക് ഈ ഒരു പാർക്ക് ഒരു മുതൽക്കൂട്ട്. കഴിയുന്നതും പ്രകൃതിയെ നശിപ്പിക്കാതെയാണ് ഇവർ ഈ പാർക്ക് ചെയ്തിട്ടുള്ളത്. നടക്കുന്ന വഴികളിലൊക്കെ പലതരം കൃഷികൾ നിങ്ങൾക്ക് കാണാം. അങ്ങനെ നമ്മൾ വീണ്ടും നടന്നു ചെന്നത് അടുത്തൊരു ഗുഹ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ കയറാൻ സെപ്പറേറ്റ് ചാർജ് ഉണ്ട്. ഈ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ നമ്മൾ ആദ്യം കരുതിയത് എന്തോ ഭയപ്പെടുത്തുന്നതൊക്കെയാണ് അതിനുള്ളിൽ എന്നാണ്. കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു തവണ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് അതിനകത്തുണ്ട് എന്നുള്ളത്. കുട്ടികളെ കൊണ്ട് കയറാൻ ആരും പേടിക്കണ്ട. അങ്ങനെ പേടിപ്പെടുത്തുന്ന ഫാക്ടേഴ്സ് ഒന്നും അതിനകത്തില്ല. അതിനകത്തെ മുഴുവൻ കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. വീഡിയോയിലൂടെ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോൾ വലിയൊരു രസമായിട്ട് തോന്നില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളൂ. സോ നിങ്ങൾ ഇവിടെ പോവുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് കയറി നോക്കുക. ഒരു 1 ടൈം വാച്ചിനുള്ളത് ഇത്. കുട്ടികളൊക്കെ എന്തായാലും ഇതൊക്കെ എൻജോയ് ചെയ്യും. ആ ഒരു രീതിയിലാണ് ഇവരിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്.
അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം വീണ്ടും നമ്മൾ വെളിച്ചം കണ്ടു. ഈ സമയത്തായിട്ടും ഇതിന്റെ ഒരു കാൽ ഭാഗം മാത്രമേ നമ്മൾ നടന്നിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള കാഴ്ച കൂടി കണ്ടാലോ. എന്റെ ഒരു നിഗമനത്തിൽ ഈ ഒരു പാർക്ക് വിസിറ്റ് ചെയ്യുന്നത് എന്നെ പോലെയുള്ള മടിയന്മാർക്ക് ഒരു എക്സസൈസ് കൂടിയാണ്. അത്രമാത്രം നടന്ന് കാണാനുണ്ട് ഇവിടെ. ഇനി നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കുഞ്ഞു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാനും ഏബിൾ വില്ലേജും തമ്മിൽ ഒരു കുഞ്ഞു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. വേറൊന്നുമല്ല, ഈ പാർക്ക് ഓപ്പൺ ആവുന്നതിന്റെ ഒരു 2 ദിവസം മുന്നേ എന്റെ ഹബീബിയും ഹബീബിയുടെ ഫ്രണ്ടും ഈ വഴി പോയിട്ടുണ്ടായിരുന്നു. പാർക്കിന്റെ ബോർഡൊക്കെ കണ്ടപ്പോ കക്ഷി ഇവിടെ കയറി ഇവിടുത്തെ സെക്യൂരിറ്റീനോടൊക്കെ സംസാരിച്ചു. ഉടനെ തന്നെയുണ്ട് കക്ഷി എന്നെ വിളിക്കുന്നു. ഫനു, നിനക്ക് വൈറൽ ആവാൻ കിട്ടിയ ഒരു ചാൻസ് ആണ്, ഇത് മിസ്സാക്കാനേ പാടില്ല. എന്താന്ന് ചോദിച്ചപ്പോഴാണ് പുള്ളി പറയുന്നത്, 2 ദിവസം കൊണ്ട് ഇവിടെ ഒരു പാർക്ക് ഓപ്പൺ ആവാൻ പോകുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ ഓണറുടെ നമ്പറൊക്കെ സെറ്റ് ചെയ്തു. നീ അവരെ വിളിച്ച് ചോദിക്കണം, ഞാനൊരു കുഞ്ഞു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഇനോഗ്രേഷന് മുന്നേ പാർക്കിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ അവസരം തരുമോ എന്ന്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നമുക്കൊരു അവസരം കിട്ടിയാൽ നമ്മുടെ ചാനൽ അങ്ങ് കത്തുമെന്ന്. ഹബീബിന്റെ മോട്ടിവേഷൻ കണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ഇതിന്റെ ഓണറെ വിളിച്ചു. വെരി സോഫ്റ്റ് ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ മാന്യമായിട്ട് എന്നോട് പറഞ്ഞു, ഇന്നേ ദിവസമായിട്ട് 5ാമത്തെ കോളാണ് ഈ ഒരു ആവശ്യം പറഞ്ഞിട്ട് എനിക്ക് വിളി വരുന്നത്. ഒന്നും വിചാരിക്കരുത്, മറ്റന്നാൾ ഇനോഗ്രേഷൻ ആണ്, നാളെ എനിക്ക് പത്രസമ്മേളനമൊക്കെ ഉള്ളത്, ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് പാർക്കിലേക്ക് വരൂട്ടോ എന്നും പറഞ്ഞ് കക്ഷി ഫോൺ കട്ട് ചെയ്തു. എന്റെ ഹബീബിയുടെ ഉടമ്പടി പ്രകാരം വൈറലാവാനുള്ള ഒരു ചാൻസ് അല്ലേ ആ പോയത്. അതുകൊണ്ട് എന്താ, ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് വന്നു, എനിക്ക് എങ്ങനെയായാലും വീഡിയോ ചെയ്താൽ. തളരരുത് രാമൻകുട്ടി, തളരരുത്. ഇനി ബാക്ക് ടു പാർക്ക്. നടന്ന് തളർന്നപ്പോൾ ഒരു ദൈവദൂതനെ പോലെ നമ്മൾ ഒരു ഐസ്ക്രീം കൗണ്ടർ കണ്ടു. എല്ലാവരും ഓരോ ഐസ്ക്രീം കഴിച്ചു. വീണ്ടും നടന്നപ്പോ ഒരു റെസ്റ്റോറന്റ് കൂടി കണ്ണിലുടക്കി. അപ്പൊ വിശപ്പ് വല്ലാതെ കൂടി. അവിടുന്ന് എല്ലാവരും ഓരോ നൂഡിൽസ് കൂടി കഴിച്ചു. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അവിടുന്ന് നേരെ നമ്മൾ കുട്ടികളെ ഒന്നുകൂടെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പാർക്കിലേക്കുള്ള ടിക്കറ്റ്സ് എടുത്തു. ഒരു കുഞ്ഞു വാട്ടർ തീം സെറ്റപ്പ് അടക്കം പലതരം ആക്ടിവിറ്റീസ് ഉള്ള ഒരു പാർക്കായിരുന്നു അത്. കുട്ടികൾക്ക് മാത്രമേ ടിക്കറ്റ്സ് എടുക്കേണ്ടതുള്ളൂ. പെർ ഹെഡ് 100 റുപ്പീസ് ആണ് ചാർജ് ആയത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. അതിനുള്ള എല്ലാ മുതലും ഇവിടെയുണ്ട്. ആൻഡ് മീറ്റ് മൈ പൂക്കി ഹസ്ബൻഡ്. ചില്ലുകൂട്ടിലിരുന്ന മീനുകളെ ഇക്കിളിടിപ്പിച്ച മുതലാണ് ഈ ഇരിക്കണത്. വീഡിയോ എടുക്കുന്നത് കണ്ടുപോയി. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ട്രോളായിരുന്നു അല്ലേ. വെള്ളത്തിൽ കൂടി ഇറങ്ങുമ്പോഴേക്ക് കുട്ടികളൊക്കെ ഒരുവിധം സൈഡായി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല 6:30 വരെ പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. 5 മണി വരെ മാത്രമേ പാർക്കിലേക്കുള്ള എൻട്രി ഉണ്ടാവുള്ളൂ. 6:30 എന്ന് പറയുന്നത് അകത്തുള്ളവർക്ക് പുറത്തിറങ്ങാനുള്ള ടൈമാണ്. അങ്ങനെ നടന്ന് തുടങ്ങിയെടുത്ത് തന്നെ നമ്മൾ അവസാനിപ്പിച്ചു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും അതിലേക്കുള്ള എൻട്രി ഫീസ് എത്രയാന്ന് പറഞ്ഞിട്ടില്ല. പെർ ഹെഡ് 200 റുപ്പീസ് ആണ്. കുട്ടികൾക്ക് ചാർജ് ഇല്ല. അത് 5 വയസ്സ് മുതൽ താഴെയാണോ 3 വയസ്സിൽ താഴെയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ വിശപ്പിനൊരു അന്ത്യമില്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു ഷവർമ കഴിക്കാനാണ് പോയത്. ഓരോരുത്തരുടെ തലയിൽ എന്തൊക്കെയാ ഉദിക്കണത് അല്ലേ. ഒരു റെസ്റ്റോറന്റിന്റെ സീറ്റിംഗ് സ്പേസ് ആണ്. അതൊരു കല്യാണ വീടിന്റെ വൈബ്. ഹോട്ടലിലേക്കാണോ കയറുന്നത്, കല്യാണ വീട്ടിലേക്കാണോ കയറുന്നത് എന്ന് നമുക്ക് തന്നെ ഡൗട്ട് അടിച്ചു. ഒരു നിമിഷം അവിടെ ഇരുന്നപ്പോ ബ്രൈഡ് ആൻഡ് ഗ്രൂമിനെ തപ്പിപ്പോയി ഞാൻ. അങ്ങനെ നല്ലൊരു ഷവർമയും കഴിച്ച് ആ ഒരു ഡേ നമ്മൾ അങ്ങ് എൻഡ് ചെയ്തു. അപ്പോൾ ഇനിയും കാണാം. ബൈ.